പ്രതീക്ഷിച്ചിരിക്കാൻ. പ്രതീക്ഷിച്ച് എന്താ പ്രതീക്ഷിക്കണ്ടേ? ഐശ്വര്യം, ആനന്ദം, അനുഗ്രഹം. 10ാമത്തെ വാക്യം, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട്, എന്റെ ദൈവമേ, അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? ഒരാള് പോലും അവഗണിക്കപ്പെട്ടില്ല. ഇതാണ് ദൈവത്തിന്റെ ശപഥം. ദൈവത്തിന്റെ ശപഥം ദൈവം ഓർത്തു. അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവന്റെ ഭാര്യ. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നെങ്കിലും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. കേൾക്കണേ, ഇത് പാലിച്ചോ? വചനം പാലിച്ചോ? വചനത്തിൽ നിന്നോ? വിശ്വസ്തതയിൽ നിന്നോ? ഇന്ന് നിന്റെ കുടുംബത്തിൽ അവിശ്വസ്തത ഉണ്ടെങ്കിൽ, ഇന്ന് നിന്റെ കുടുംബത്തിൽ മാനസാന്തരം ആവശ്യമുള്ള ആളുകളുണ്ട്, നീ നിന്നോ? നീ